ഹായ്, എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പനീർ കാജു കറി ഉണ്ടാക്കാം. സാധാരണ ഇപ്പോഴും പനീർ വെച്ചിട്ട് ഒരു ബട്ടർ മസാലയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇന്ന് അതിന് പകരം നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു കാജു കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യും 3 ടീസ്പൂൺ എണ്ണയും ഒഴിച്ച് അതിലേക്ക് ഒരു 20-25 കാഷ്യൂസ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി അതിലേക്ക് തന്നെ ഒരു ക്യാപ്സിക്കം എടുത്ത് അതിനരിയൊക്കെ കളഞ്ഞിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ ക്യാപ്സിക്കവും കൂടെ ഈ നെയ്യ് എണ്ണ മിശ്രിതത്തിലേക്ക് തന്നെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പനീറും ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 400 ഗ്രാം പനീറാണ് എടുത്തിരുന്നത്. അത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 5 മിനിറ്റ് എല്ലാ വശങ്ങളും 4 വശങ്ങളും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് റോസ്റ്റാക്കി. ഒരുപാട് കളറൊന്നും മാറിപ്പോകണ്ട, ജസ്റ്റ് ഒന്ന് അത് പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ഹാർഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. 5 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, തിരിച്ചു മറിച്ചു വിട്ട് പനീർ നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റി. ഇനി നമുക്കൊരു ഇത് ആദ്യം ഫ്രൈ ചെയ്ത അത്രയും തന്നെ ഒരു 25 കാഷ്യൂസ് നമ്മൾ വെള്ളത്തിലും കുതിർത്തും വെക്കണം. എന്നിട്ട് നമുക്ക് പിന്നീട് അരച്ചെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നെയ്യും എണ്ണയും ഒഴിച്ചിരുന്ന ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു പട്ടയും ഗ്രാമ്പും ഏലക്കയും ബേ ലീഫും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ സാജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അത് വഴന്നതിന് ശേഷം ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളകും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലതുപോലെ വഴറ്റണം. നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് വറുത്ത് എടുക്കാം. കരിഞ്ഞു പോരുത്, നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരെ വഴറ്റിയെടുക്കുക ചെയ്യാവുള്ളൂ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി അത് നല്ലോണം വഴന്നതിന് ശേഷം നമുക്ക് ഒരു 4 തക്കാളി നല്ലോണം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന 4 തക്കാളിയും കൂടെ അരച്ച് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ്. തക്കാളി നല്ലതോളം വഴന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന 25 കാഷ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ആ അരച്ച കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു, ഗ്രേവി എത്ര തിക്നെസ് വേണോ അത്രയും വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ലൂസായി പോകണ്ട, ഒരുപാട് തിക്കാവുകയും വേണ്ട. ഇത് ആക്ച്വലി നല്ല തിക്കാവും, കാരണം കാഷ്യൂ നമ്മൾ അരച്ചൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തിക്കായിട്ട് വരും. സോ ആ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പനീറും ക്യാപ്സിക്കവും കശുവണ്ടിയും എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. എല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്, എന്നാലും എല്ലാം ഒന്ന് മിക്സായി യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് അടച്ചു വെക്കുന്നത്. അതിനുശേഷം മൂടി തുറന്ന് അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ പനീർ കാജു കറി റെഡിയാണ്. എപ്പോഴും പനീർ കൊണ്ട് ബട്ടർ മസാലയും അല്ലെങ്കിൽ ഒരു ഫ്രൈയും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഈ വെറൈറ്റി കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിറയെ കാഷ്യൂ ഒക്കെ ചേർത്തിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.